എന്നു മുതൽ മനുഷ്യൻ ഈ ഭൂമി മലയാളത്തിലുണ്ടോ അന്നു മുതൽ തുടങ്ങിയതാണ് അവന്റെ ഈ ചാവാനുള്ള പേടി. അറിയാവുന്നതും അറിയാൻ പാടില്ലാത്തതുമായിട്ട് പണി 18 ആവും പയറ്റി നോക്കി ചാവാതിരിക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ. കാലൻ കയറുമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന രംഗം ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണു തള്ളും. ചൈനയിൽ കുറെ ആൽക്കെമിസ്റ്റ് പൊട്ടന്മാർ ഏതാണ്ടൊക്കെ മെർക്കുറിയും കെമിക്കലും ഒക്കെ കൂട്ടിക്കലർത്തി യൗവനം ഉണ്ടാക്കാനുള്ള അമൃതാണെന്നും പറഞ്ഞ് ചൈനയിലെ മഹാരാജാവിന്റെ അണ്ണാക്കിൽ ഒഴിച്ചു കൊടുത്തു. അമൃത് കഴിച്ച് മഹാരാജാവ് തട്ടിപ്പോയതല്ലാതെ വേറെ മാറ്റമൊന്നും ഉണ്ടായില്ല. ഈജിപ്തിലെ മഹാരാജാക്കന്മാര് പിന്നെ സ്വയം ഡിവൈൻ റോക്ക് സ്റ്റാർസ് ആണെന്നാണ് വിചാരം. നമ്മുടെ പൃഥ്വിരാജിന്റെ എമ്പുരാൻ സിനിമയുടെ ടൈറ്റിലിന്റെ കാര്യം പറഞ്ഞതുപോലെയാ. ഭൂമിയിലുള്ള എല്ലാത്തിന്റെയും മുകളിൽ ദൈവത്തിന് തൊട്ട് താഴെ. അവർക്ക് തട്ടിപ്പോയി കഴിഞ്ഞാൽ അവന്മാരുടെ ശരീരം മരുന്നിൽ മുക്കി ബാൻഡേജ് ഒട്ടിച്ചു വെക്കും. മമ്മി യാത്രേ, ശരീരം ചീഞ്ഞു പോവാതിരിക്കാൻ. ശരീരം ചീഞ്ഞു പോയാൽ ആത്മാവിന് തിരിച്ചു കയറാൻ പറ്റൂലെന്ന്. രാജാവിന്റെ ഇഷ്ടപ്പെട്ട വേലക്കാരെയൊക്കെ മഹാരാജാവ് ചത്തു കഴിഞ്ഞാൽ ഓടിച്ചിട്ട് തല്ലിക്കൊന്ന് കൂടെ കുഴിച്ചിടും. ചത്തു കഴിഞ്ഞിട്ടുള്ള പുള്ളിയുടെ യാത്രയ്ക്ക് അന്യായ 5 സ്റ്റാർ കപ്പല്, തേര്, ചെലവിന് വേണ്ടിയിട്ട് നിധി, സ്വർണം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈജിപ്തിലെ മഹാരാജാക്കന്മാർ ഇതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ തുടങ്ങും എന്നാണ് പറയുന്നത്. ചത്തു കഴിഞ്ഞാൽ ടൂറിന് പോകാൻ അവന്മാരുടെയൊക്കെ വിചാരം. ഇതൊക്കെ പോട്ടെ എന്ന് വെക്കാം. ഇനി പറയാൻ പോകുന്നതാണ് അന്യായ ആക്രമം. 20-ാം നൂറ്റാണ്ടിലെ വൊറോണോഫ് എന്ന് പറഞ്ഞൊരു റഷ്യൻ ഡോക്ടർ മഹത്തായ ഒരു ശാസ്ത്ര കണ്ടുപിടുത്തം കണ്ടെത്തി. മനുഷ്യന്മാരുടെ വൃക്ഷണത്തിന്റെ കൂടെ കുരങ്ങന്മാരുടെ വൃക്ഷണം തുന്നി പിടിപ്പിച്ചു വെച്ചാൽ പോയ യൗവനം തിരിച്ചു കിട്ടുമത്രേ. ഇത് വിശ്വസിച്ച് വേറെ കുറെ പൂത്ത കാശുള്ള അമ്മാവന്മാര് ക്യൂ നിന്ന് സ്വന്തം വൃക്ഷണത്തിന്റെ കൂടെ കുരങ്ങന്മാരുടെ വൃക്ഷണം വെച്ച് പിടിപ്പിച്ചു എന്നുള്ളതാണ് അതിലും വലിയ കോമഡി. തമാശ തോന്നുന്നുണ്ടോ? എങ്കിൽ നമ്മളും ഇതിലൊന്നും ഒട്ടും മോശമല്ല. നമ്മുടെ ബോധത്തെ, മനസ്സിനെ കമ്പ്യൂട്ടറിലെ ഡിജിറ്റൽ വേൾഡിലേക്ക് അപ്ലോഡ് ചെയ്ത് ജീവിക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. കൂടാതെ ഭാവിയിൽ നമ്മുടെ മെഡിക്കൽ ടെക്നോളജിക്ക് മരിച്ചവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്ന് വിശ്വസിച്ച് സ്വന്തം ശരീരം ഐസുകട്ടയിൽ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആളുകളും അത്തരം സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളും ഇപ്പോൾ ഉണ്ട്. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, എന്താണ് മനുഷ്യന് മരിക്കാൻ ഇത്ര പേടി? കാരണം മരണം അജ്ഞതയാണ്. അവൻ അറിഞ്ഞതും അനുഭവിച്ചതുമെല്ലാം മരണം എന്ന ആ അതിർത്തിയിൽ അവസാനിക്കുന്നു. ജീവിതം മാത്രം ശീലിച്ച മനുഷ്യന് മരണത്തെ ഭയക്കുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. എന്നെന്നും ജീവിക്കണമെന്നുള്ള ആ ആഗ്രഹം മനുഷ്യനുണ്ടായത് ആ മരണഭയത്തിൽ നിന്നുമാണ്. മരണത്തിന് ശേഷം എന്ത് എന്നതിന് വളരെ ഡീറ്റെയിൽഡ് ആയി ഏതാണ്ട് എല്ലാ മതങ്ങളും അവരവരുടെ വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്. ആത്മാവ്, നന്മതിന്മകൾ അളക്കപ്പെടുന്ന വിചാരണ, സ്വർഗം, നരകം, ചിലർക്ക് പുനർജന്മം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ശാസ്ത്രത്തിന് അവിടെ പ്രത്യേകിച്ച് കാര്യമായ അഭിപ്രായങ്ങളൊന്നും തന്നെയില്ല. ഈ കോൺഷ്യസ്നസ്, അതായത് ബോധം എന്ന് പറയുന്ന സാധനം നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന ഒന്നാണ്. കോൺഷ്യസ്നസ് ഇസ് സിംപ്ലി എ പ്രൊഡക്റ്റ് ഓഫ് അവർ ബ്രെയിൻ ആക്ടിവിറ്റി. നാം നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുന്ന സമയത്ത് നമ്മുടെ തലച്ചോറ് വികസിക്കുന്നതിനനുസരിച്ച് ബോധം രൂപപ്പെടുന്നു. നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനം എന്ന് അവസാനിക്കുന്നുവോ അന്ന് നമുക്കറിയാവുന്ന നാം മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഈ ബോധവും അവസാനിക്കും എന്ന് ശാസ്ത്രലോകത്തെ ഒട്ടുമിക്ക സയന്റിസ്റ്റുകളും നിലവിലെ തെളിവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അഭിപ്രായപ്പെടുന്നു. ഒരർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ മരണം എന്നത് അത്ര വലിയ വിചിത്രമായ ഒരു അവസ്ഥയല്ല. നിങ്ങൾ ഓർമ്മകളിലൂടെ ഒന്ന് പുറകിലോട്ട് സഞ്ചരിക്കുക. ഗാഢമായ ഒരു ചിന്ത. അങ്ങനെ ചിന്തിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ആദ്യ ഓർമ്മ കണ്ടെത്താൻ ശ്രമിക്കുക. എന്നിട്ട് അതിന്റെയും പിന്നിലോട്ട് പോകാൻ ശ്രമിക്കുക. അതിന്റെയും പിന്നിലോട്ടോ? എങ്ങട്? അമ്മയുടെ വയറ്റിന്റെ ഉള്ളിലോട്ടോ? അല്ല, അതിന്റെയും പിന്നിലോട്ട്. നമ്മൾ ജനിക്കുന്നതിന് മുൻപുള്ള ഒരു അവസ്ഥ. അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തൊക്കെ പ്രാന്തായി ചോദിക്കുന്നതല്ലേ? അതിന്റെയും പിന്നിലോട്ട് നമുക്കൊന്ന് സ്വയം ഫീൽ ചെയ്യാൻ പോലും കഴിയുന്നില്ല. കാരണം നമ്മളപ്പോൾ ഉണ്ടായിരുന്നില്ല. അത് തന്നെ, യു സിംപ്ലി ഡിഡ്ന്റ് എക്സിസ്റ്റ്. ആ ഒന്നുമില്ലായ്മ, ആ ഒന്നുമല്ലാത്ത അവസ്ഥ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നോ? ഇല്ല. സ്വന്തമായി ബോധമോ വ്യക്തിത്വമോ ഇല്ലാത്ത ആ അവസ്ഥ. മരണത്തിന് ശേഷവും അത്തരമൊരു അവസ്ഥയിലേക്ക് തന്നെയാണ് നിങ്ങൾ മടങ്ങുന്നത്. യു സിംപ്ലി ഡോണ്ട് എക്സിസ്റ്റ് എനിമോർ, സ്ട്രിക്ട്ലി ഫ്രം സയന്റിഫിക് പെർസ്പെക്ടീവ് ആൻഡ് ഫ്രം സം ഫിലോസഫിക്കൽ പെർസ്പെക്ടീവ്. നിലവിലെ കർശനമായ ശാസ്ത്രീയ തെളിവുകളും ചില പ്രധാനപ്പെട്ട ഫിലോസഫിക്കൽ കാഴ്ചപ്പാടുകളും അങ്ങനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ആ ഒന്നുമില്ലായ്മയിൽ നിന്നും ഭൂമിയിലെ ജീവിതത്തിലേക്ക് ഒരു ടിക്കറ്റ് എടുത്ത് ജനിച്ചു വീഴാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചെങ്കിൽ അത് തിരിച്ച് അതേ ഒന്നുമില്ലായ്മയിലേക്ക് മടങ്ങാനുള്ള ഒരു റിട്ടേൺ ടിക്കറ്റ് അഡ്വാൻസ് ആയി ബുക്ക് ചെയ്തുകൊണ്ടാണ്. പ്രശസ്ത ഗ്രീക്ക് ഫിലോസഫർ എപ്പിക്യൂറസ് പറഞ്ഞത് അങ്ങനെയാണ്. നിങ്ങൾ ഇപ്പോൾ ഉണ്ടെങ്കിൽ അതിനർത്ഥം നിലവിൽ നിങ്ങൾ മരണത്തെ അനുഭവിക്കുന്നില്ല എന്നാണ്. ഇനി ആ മരണം നിങ്ങളുടെ അടുത്ത് എത്തിയെങ്കിൽ ആ മരണത്തെ അനുഭവിക്കാൻ, ആ മരണത്തെ രുചിക്കാൻ നിങ്ങളൊട്ട് ബാക്കി ഉണ്ടാവാനും പോകുന്നില്ല. പിന്നെന്തിന് മരണത്തെ ഭയപ്പെടണം? ഏതാണ്ട് 100 ബില്യൺ മനുഷ്യരാശിയുടെ ഉദയം മുതൽ നമ്മുടെ ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ചു കഴിഞ്ഞു എന്നാണ് കണക്ക്. എന്നാൽ നമ്മളാക്കുന്നതിൽ നല്ലൊരു പങ്ക് വഹിക്കുന്ന നമ്മൾ മനുഷ്യരുടെ ജീനുകൾക്ക് ഏതാണ്ട് 1 മില്യൺ ട്രില്യൺ കോമ്പിനേഷനിലുള്ള മനുഷ്യാത്മാക്കളെ ഉണ്ടാക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. ഈ ഒരു വലിയ നമ്പറിലെ മുഴുവൻ കോമ്പിനേഷൻ ജനിതക ഘടനയിലുമുള്ള മുഴുവൻ മനുഷ്യരെയും ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് ഈ കോമ്പിനേഷൻ റിപ്പീറ്റ് ചെയ്യപ്പെടും. അതായത് ഒരു ജനറ്റിക് കോമ്പിനേഷനിലൂടെ ജനിക്കപ്പെട്ട മനുഷ്യൻ രണ്ടാമതൊരിക്കൽ കൂടി ജനിക്കപ്പെടും. അതായത് നിങ്ങളിൽ നിന്ന് തുടർന്നു പോകുന്ന ആ ജീവന്റെ സൈക്കിൾ ഒടുവിൽ നിങ്ങളിൽ തന്നെ എത്തിച്ചേരും. അതായത് നിങ്ങളുടെ ഇരട്ടയിൽ. അടിപൊളി അല്ലെ? പക്ഷെ ഈ 1 മില്യൺ ട്രില്യൺ എന്ന് പറഞ്ഞ ഈ ജനിതക കോമ്പിനേഷൻ ഈ അടുത്ത കാലത്ത് എങ്ങും തീരാൻ പോകുന്നില്ല. നേരത്തെ പറഞ്ഞില്ലേ 100 ബില്യൺ മനുഷ്യർ ഓൾറെഡി ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞു എന്ന്. ഈ 100 ബില്യൺ എന്ന് പറഞ്ഞ കണക്ക് ഈ 1 മില്യൺ ട്രില്യൺ എന്ന് പറഞ്ഞ ജനിതക കോമ്പിനേഷന്റെ 1% പകുതിയുടെ പകുതി പോലും ആയിട്ടില്ല.
ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ജനിതക കോമ്പിനേഷനിലുള്ള നല്ലൊരു ശതമാനം മനുഷ്യാത്മാക്കളും ഈ ഭൂമിയിൽ ജനിക്കാനേ പോകുന്നില്ല. അവർക്കൊന്നും സ്വന്തം അമ്മയുടെ വയറ്റിൽ പോലും എത്താനുള്ള ചാൻസ് കിട്ടില്ല. ഓർക്കുക, അച്ഛനിൽ നിന്നുള്ള നമ്മുടെ പകുതി ജീവൻ നമ്മെപ്പോലെ തന്നെയുള്ള കോടിക്കണക്കിന് പകുതി ജീവനുകളോട് മത്സരിച്ചിട്ടാണ് അമ്മയുടെ വയറ്റിൽ ലക്ഷ്യസ്ഥാനത്തെത്തി മുഴുവൻ ജീവനായിട്ട് മാറുന്നത്. നമ്മൾ ജയിച്ചപ്പോൾ ബാക്കിയുള്ള പാതി ജീവനുകൾ തോൽക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇത്തരത്തിൽ പകുതി ജീവൻ പോലും ആകാൻ സാധിക്കാതെ പോയ മനുഷ്യാത്മാക്കൾ ഒരുപാടുണ്ടെന്ന് പറയുമ്പോൾ ഈ മൊബൈലും കയ്യിൽ പിടിച്ച് കസേരയിലിരുന്ന് അല്ലെങ്കിൽ സോഫയിലോ കട്ടിലിലോ മലർന്നു കിടന്ന് ഈ യൂട്യൂബ് കാണുന്ന നിങ്ങളോ ഇപ്പോൾ ഈ മൈക്കിന്റെ മുന്നിൽ ഇരുന്ന് കഥാപ്രസംഗം നടത്തുന്ന ഞാനോ ഒരു ദിവസത്തിൽ എത്ര തവണ ചിന്തിക്കും, ഒരു പക്ഷേ ഞാൻ ജനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മളങ്ങനെ? നമ്മുടെ അമ്മ നമ്മളെ കെട്ടിപ്പിടിച്ച് എന്തോരം ഉമ്മ നമുക്ക് തന്നിട്ടുണ്ട്. ആകാശത്ത് അമ്പിളി മാമനെ കാണിച്ച് പറ്റിച്ച് നമ്മുടെയൊക്കെ അമ്മമാരും ഉമ്മമാരും നമ്മുടെയൊക്കെ വായിലോട്ട് എന്തോരം ചോറുരുള തള്ളി തന്നിട്ടുണ്ട്. കളി കഴിഞ്ഞ് വരാൻ വൈകിയതിന് ഈർക്കിളി ചൂരിലുമായി നമ്മുടെ അച്ഛൻ നമ്മളെ വീടിന് ചുറ്റും എന്തോരം ഓടിച്ചിട്ടുണ്ട്. അമ്മയുടെ പിന്നാലെ നടന്ന് സ്വൈര്യം കളഞ്ഞ് ആ അമ്മയുടെ വായിന് ദിവസത്തിൽ ഒരിക്കലെങ്കിലും ചീത്ത കേൾക്കാതെ ഉറക്കം വരാത്ത ആളുകളാണ് നമ്മൾ പലരും. അല്ലെങ്കിൽ അങ്ങനെ ഒരു ബാല്യം നമുക്കുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ സ്കൂൾ ജീവിതം, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ കൂടപ്പിറപ്പുകൾ. നമ്മൾ ജനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുമോ? ഓർക്കുക, ഓൾമോസ്റ്റ് അനന്തമായ ആ അനേകം ജനറ്റിക് കോമ്പിനേഷനിൽ വെറും ഒരു കോമ്പിനേഷൻ മാത്രമാണ് നമ്മൾ. മതങ്ങൾ പറയുന്നത് പോലെ ആത്മാവി എന്ന സംഗതി ഉണ്ടെങ്കിൽ, ആത്മാവിന് ജനനവും മരണവും ഇല്ലെങ്കിൽ, ജനിക്കാൻ പോലും അവസരം കിട്ടാതെ പോയ, ഇനി ഒരിക്കലും ജനിക്കാൻ പോകുന്നില്ലാത്ത കോടിക്കണക്കിന് വരുന്ന പല വെറൈറ്റി ജനറ്റിക് കോമ്പിനേഷനിലുള്ള ആ ആത്മാക്കൾ ഇപ്പോൾ മുകളിൽ നിന്ന് നമ്മെ അസൂയയോടെ നോക്കുന്നുണ്ടാവില്ലേ? അപ്പോൾ അതല്ലേ ഏറ്റവും ഭയാനകമായ അവസ്ഥ, മരണത്തെക്കാൾ ഭീകരമായ അവസ്ഥ? ജീവിതത്തിലേക്ക് ഗോൾഡൻ ടിക്കറ്റ് കിട്ടിയ നമ്മൾ ഒരിക്കലും ആ ഒന്നുമില്ലായ്മയിലേക്ക് മടങ്ങി പോകേണ്ടി വരുമ്പോൾ പേടി തോന്നരുത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അത് മണ്ടത്തരമാണ്. പക്ഷെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക, നാം ആസ്വദിക്കുന്ന ഈ ഒരു നിമിഷത്തിന് വേണ്ടി. വിശാലമായ ഈ പ്രപഞ്ചത്തിന്റെ വീക്ഷണത്തിൽ നിന്ന് നോക്കിയാൽ നാം എന്ന് നമ്മൾ സ്വയം വിശേഷിപ്പിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും അസ്തിത്വം ശാസ്ത്രവും മതവും എല്ലാം വരച്ചു കാണിക്കുന്ന സകല അതിർവരമ്പുകളും ഭേദിക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിലെ ഓരോ അണുവും ഈ പ്രപഞ്ചത്തിലെ അതിപുരാതനമായ നക്ഷത്രങ്ങളുടെ ഭാഗമായിരുന്നു ഒരിക്കൽ. നമ്മുടെ ശരീരത്തിലെ ഓരോ അണുവും ആ നക്ഷത്ര ചൂളകളുടെ ഹൃദയത്തിൽ രൂപകൽപ്പന ചെയ്തെടുക്കപ്പെട്ടതാണ്. കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് തങ്ങളിലെ അവസാന തരി ഇന്ധനവും ഉപയോഗിച്ച് തീർത്ത ശേഷം തങ്ങൾക്കുള്ളിലെ സമ്പുഷ്ടമായ കണികകൾ പ്രപഞ്ചത്തിന് നൽകിക്കൊണ്ട് ആ നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിച്ചു. പുറത്തേക്ക് ചിതറിത്തെറിച്ച ആ സമ്പുഷ്ടമായ കണികകൾ കൊണ്ട് പുതിയ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉണ്ടായി. സമയത്തിന്റെയും സ്ഥലകാലങ്ങളുടെയും സകല ലിമിറ്റേഷനും ഭേദിച്ചുകൊണ്ട് പ്രകാശവർഷങ്ങൾ താണ്ടി ഒടുവിൽ അതേ കണികകളാൽ നമ്മളും ഉണ്ടായി. അതെ, നമുക്ക് വേണ്ടിയാണ് പ്രപഞ്ചത്തിന്റെ ഊർജ്ജദാതാക്കളായ ജീവദാതാക്കളായ ആ നക്ഷത്രങ്ങൾ സ്വയം കത്തിത്തീർന്ന് ഇല്ലാതായത്. അങ്ങനെ നോക്കിയാൽ നമ്മുടെ ശരീരത്തിലെ ഓരോ അണുവിനും പ്രപഞ്ചോൽപത്തിയോളം തന്നെ പഴക്കമുണ്ട്. പ്രപഞ്ചോൽപത്തി മുതലുള്ള കഥകൾ ആ കണികകൾ നമ്മോട് മന്ത്രിക്കുന്നുണ്ട്. നമ്മുടെ മരണശേഷവും അത്തരം കഥകൾ മന്ത്രിച്ചുകൊണ്ട് അവ ഈ പ്രപഞ്ചത്തിന്റെ ഭാഗം തന്നെയായിരിക്കും. നമ്മുടെ ജീവൻ ഒരിക്കൽ നമ്മുടെ അച്ഛന്റെയും അമ്മയുടെയും ഭാഗമായിരുന്നു. പല തലമുറകൾ താണ്ടി കോടാനുകോടി കണക്കിന് പൂർവികന്മാരിലൂടെയാണ് ആ ജീവന്റെ അംശങ്ങൾ നമ്മുടെ അച്ഛനിലും അമ്മയിലും എത്തിച്ചേർന്നത്. നമ്മുടെ മരണശേഷവും ആ ജീവന്റെ അംശങ്ങൾ തലമുറകൾ താണ്ടി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും.